പാലക്കാട് കൊല്ലങ്കോട് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. ചീരണി കൊശവൻകോട് പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകളെ പുലിയുടേതെന്ന വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു. 20 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പുലി വേലിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടാനിടയായി. അന്ന് തന്നെ ആളുകൾ പറഞ്ഞു ഒറ്റയ്ക്കല്ല 2 പുലികളുണ്ട് എന്നതാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കാൽപാദം കണ്ടുവെന്നും അതിൽ വലിയ ആശങ്കയിലുമാണ് ജനങ്ങൾ. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, പറയൂ. ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ കൊല്ലങ്കോട് മേഖലയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു പുലി കമ്പിവേലിയിൽ കുരുങ്ങിക്കിടന്ന് മണിക്കൂറുകളോളം അവിടെ കിടന്ന് ജീവന് വേണ്ടി പൊരുതുന്നതും പിന്നീട് ആ പുലി ചത്തുപോകുന്നതും ഒക്കെ കണ്ടിരുന്നു. അന്ന് തന്നെ അവിടെയുള്ള ആളുകൾ ഈ മേഖലയിൽ ഒരു പുലിയുടെ സാന്നിധ്യം കൂടി ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ വനംവകുപ്പ് അത് പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുലി തന്നെയാണ് എന്നുള്ളത് കൂടുതൽ പരിശോധനകളിലൂടെ അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. സ്ഥലം MLA കെ ബാബു അടക്കം അവിടെ സന്ദർശിക്കുകയും ഈ അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരം വളർത്തുമൃഗങ്ങളെ അടക്കം ഈ പുലി ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ 20 അംഗ പ്രത്യേക സംഘം ഈ പുലിയെ കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, പിടികൂടിനെ എവിടേക്കെങ്കിലും മാറ്റാനുള്ള ഒരു ധൈര്യം ഒരുപക്ഷെ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉണ്ടായില്ല. കാരണം ഭയക്കൊടി വെക്കുന്ന ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ അവ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇനി വനത്തിലേക്ക് തുരത്താൻ തന്നെയാണ് സാധ്യത. ഈ വിവിധ ഇടങ്ങളിൽ, ഈ കൊല്ലങ്കോട് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ വിവരം അറിയിച്ചിരുന്നു. തുടർച്ചയായി നടത്തിയ പരിശോധനകളിലാണ് ഇത് പുലി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുലിയെ പിടികൂടി കാട് കയറ്റാനുള്ള ശ്രമം ഇപ്പോൾ വനംവകുപ്പ് ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുള്ളത്. റേഞ്ച് ഓഫീസർ കെ പ്രമോദിന്റെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുലിയുടെ താവളം കണ്ടെത്തിയാൽ രാത്രിയിൽ പടക്കം പൊട്ടിച്ച് കാട് കയറ്റാനാണ് തീരുമാനം. വനംവകുപ്പിന്റെ ഈ പുലിയുടെ സഞ്ചാരപഥ കണ്ടെത്താനായി പ്രത്യേക ക്യാമറകളും ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ അന്ന് കമ്പിവേലിയിൽ കുരുങ്ങിയ പുലി തന്നെ വലിയ ആശങ്കയാണ് ആ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ രൂപപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അത്തരത്തിലുള്ളൊരു പ്രയാസത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ പുലിയെ കാട് കയറ്റുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.